അമേരിക്കയെ കാത്തു നിൽക്കില്ല. ഇറാനെതിരെ ഇസ്രായേലിന്റെ വൻ നീക്കം. ഇറാനെതിരെ ശക്തമായ സൈനിക ആക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. സൈനികരുടെ അവധികൾ അടിയന്തരമായി റദ്ദാക്കി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് സഖ്യകക്ഷികളുടെ പിന്തുണ കാത്തുനിൽക്കാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. മുൻപ് ഫെബ്രുവരി 26-നും സമാനമായി സൈനികരുടെ അവധി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആവശ്യം. ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് സംഘർഷത്തിൽ പങ്കുചേരില്ലെന്ന പരോക്ഷ സൂചനകൾ അമേരിക്ക നൽകിയിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇറാന്റെ പൂർണ്ണമായ പരാജയത്തിലേക്ക് നയിക്കില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ നിലപാട്. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണയോ അനുവാദമോ ആവശ്യമില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആരുടെയും സമ്മതം കാത്തുനിൽക്കില്ലെന്നും നെതന്യാഹു സർക്കാർ വ്യക്തമാക്കി. വരാനിരിക്കുന്ന ഒക്ടോബറിലെ പൊതു തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇറാനെതിരെ വിജയകരമായ ഒരു സൈനിക നീക്കം നടത്താനായാൽ അത് വോട്ടർമാർക്കിടയിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം മറികടക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. അതേസമയം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന തിരിച്ചടികളെ പ്രതിരോധിക്കാൻ ആവശ്യമായ മിസൈൽ വേധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടോ എന്നത് സംശയകരമാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെൽ അവീവും ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ പ്രധാന ഭീഷണി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന ആശങ്കകൾക്കിടെ അമേരിക്കൻ സൈന്യത്തിന്റെ പരമോന്നത സൈനിക ഉദ്യോഗസ്ഥനായ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യുദ്ധത്തിൽ നിന്നും ഒരു ഓഫ് റാം അഥവാ മാന്യമായ പിന്മാറ്റത്തിനുള്ള വഴി കണ്ടെത്തണമെന്ന് സ്വകാര്യമായി നിർദ്ദേശിച്ചതായി ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത് അമേരിക്കൻ മാധ്യമമായ CNN ഉദ്ധരിച്ച 3 സ്രോതസ്സുകളുടെ വിവരങ്ങൾ അനുസരിച്ച് യുദ്ധം അനന്തമായി നീളുന്നത് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ്. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്ന് ജനറൽ കെയ്ൻ വിലയിരുത്തിയിരിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ജനറൽ ഡാൻ കെയ്ൻ ട്രംപ് ഭരണകൂടത്തിലെ ദേശീയ സുരക്ഷാ സംഘത്തിലെ പ്രധാന അംഗങ്ങളുമായി നടത്തിയ നിരവധി സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ ഈ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. കെയ്ൻ ഇപ്പോൾ ഒരു ഓഫ് റാം തിരയുകയാണ് എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. യുദ്ധം തുടരുകയാണെങ്കിൽ അതിന്റെ സാമ്പത്തിക, നയതന്ത്ര, സൈനിക പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് ദീർഘകാല തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. വ്യോമാക്രമണത്തിലൂടെ മാത്രം ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെങ്കിലും രാഷ്ട്രീയമായും തന്ത്രപരമായ ലക്ഷ്യം കൈവരിക്കാൻ അത് മതിയാക്കില്ലെന്നാണ് വിലയിരുത്തൽ. ജനറൽ കെയ്ൻ മാത്രമല്ല, ട്രംപ് ഭരണകൂടത്തിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും നിർണായക ഘട്ടത്തിൽ എത്തിയതായി കരുതുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. CIA ഡയറക്ടർ സെക്രട്ടറി റാറ്റ്ക്ലിഫ്, സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുമായി ജനറൽ കെയ്ൻ പ്രത്യേക ചർച്ചകൾ നടത്തിയിരുന്നു. പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് എല്ലാ പ്രധാന സുരക്ഷാ നയതന്ത്ര സ്ഥാപനങ്ങളും ഒരേ വിലയിരുത്തലാകണമെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. അതായത് യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥ, അമേരിക്കയുടെ സൈനിക ശേഷി, സാധ്യതയുള്ള അപകട സാധ്യതകൾ, സംഘർഷത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഏകീകൃത നിലപാട് രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രതിസന്ധി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ലോകത്തെ എണ്ണ വിപണിയും ചരക്കു നീക്കവും ആഗോള സമ്പദ് വ്യവസ്ഥയും ഈ ജലപാതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലും ദ്രവീകൃത പ്രകൃതിവാതകവും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ചെറിയൊരു സൈനിക സംഘർഷം പോലും എണ്ണവില കുത്തനെ ഉയരാനും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനും കാരണമാകും. അതുകൊണ്ട് അമേരിക്കയും സഖ്യരാജ്യങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്നത് ട്രംപ് ഇപ്പോൾ ഭരണകൂടം ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? സൈനിക സമ്മർദ്ദം തുടർന്നുകൊണ്ട് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ, അതോ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സംഘർഷത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി തേടുമോ എന്നതാണ് ദിവസങ്ങളിലെ ഏറ്റവും നിർണായക ചോദ്യം. യുദ്ധഭൂമിയിലെ വിജയമല്ല, സമാധാനത്തിലേക്കുള്ള വഴിയാണ് ചരിത്രത്തിൽ പലപ്പോഴും ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം സൃഷ്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.